ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും വിനീതമായ വന്ദനം. ഒരു പ്രാവശ്യം കൂടെ യേശു കർത്താവിൻ്റെ വചനവുമായി പരസ്യമായി നിൽക്കുവാനുള്ള ആയുസ്സും ആരോഗ്യവും അവസരവും പ്രാഗൽഭ്യവും തന്ന കർത്താവിന് ഞാൻ സകല മഹത്വവും ബഹുമാനവും പുകഴ്ചയും അർപ്പിക്കുന്നതോടൊപ്പം മാനുഷികമായി ഈ കോൺഫറൻസിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യുകയും എന്നെയും കൂടെ ഈ മീറ്റിങ്ങിന് വേണ്ടി ക്ഷണിക്കുകയും ചെയ്ത ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട എല്ലാവരോടും എനിക്കുള്ള നന്ദിയും കടപ്പാടും ഞാനിവിടെ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ദൈവദിനത്തിന് വേണ്ടിയുള്ള സമയം നമുക്ക് ദൈവദിനത്തിനായി തന്നെ ഉപയോഗിക്കാം. ഇന്ന് രാത്രിയിലെ ദൈവദിന ശുശ്രൂഷ സംബന്ധിക്കുവാൻ വലിയ പ്രതീക്ഷയോടുകൂടെ ദൈവദിനം ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സ്ഥലത്തിൻ്റെ പരിമിതി നിമിത്തം നിങ്ങളെല്ലാവരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം കൂടെ കണ്ണുകളടച്ച് വചനത്തിനായി പ്രാർത്ഥിക്കാം. എല്ലാവരും നമ്മൾ ഇതുവരെ പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവദാസൻ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം നിന്റെ വചനത്തിലെ അത്ഭുതങ്ങളെ കാണേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കണേന്നല്ല, എൻ്റെ കണ്ണ് തുറക്കണേന്നാണ് പ്രാർത്ഥന. ആ പ്രാർത്ഥന നാം ഓരോ പ്രാവശ്യവും പ്രാർത്ഥിക്കണം. ആത്മാർത്ഥതയോടുകൂടെ എല്ലാവരും ഒരു നിമിഷം കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ കുശവന്റെ കയ്യിൽ കളിമണ്ണു പോൽ തന്നിടുന്നു എന്നെ തൃക്കാരങ്ങളിൽ നനഞ്ഞിടണമേ വാർത്തെടുക്കണേ ദിവ്യഗീതം പോലെ കളിമണ്ണി പോലെ അടിയനെ തരുന്നു, എൻ്റെ ജനത്തെ തരുന്നു. അങ്ങ് ഞങ്ങളെ പണിയണമേ, അങ്ങയുടെ ഇഷ്ടം പോലെ പണിയണമേ. വചനത്താൽ പണിയണമേ, പരിശുദ്ധാത്മാവിനാൽ പണിയണമേ. ഞങ്ങളെ തകർക്കണമേ, നുറുക്കണമേ, പൊടിക്കണമേ, നിന്റെ ഇഷ്ടത്തിനാക്കി മെനയണമേ. താവേ ഞങ്ങളോട് കരുണ തോന്നണമേ. യേശുവിന്റെ നാമത്തിൽ തന്നെ. റോമാലേഖനം 6-ാം അധ്യായം 1-ാം വാക്യം. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു, ഒരു നാളും അരുത്. വളരെയധികം ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന, സംശയമുണ്ടാക്കുന്ന ഒരു വാക്യമാണ്. കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ? പൗലോസിന്റെ ഒരു ശൈലി എന്ന് പറയുന്നത് വായനക്കാരുടെ മനസ്സിൽ വരാൻ സാധ്യതയുള്ള ചോദ്യം അദ്ദേഹം തന്നെ ചോദിക്കുകയാണ്. അതിനു മുമ്പിൽ അദ്ദേഹം ഒരു സംഗതി സ്ഥാപിച്ചു. അത് സ്ഥാപിച്ചു എന്നാന്ന് ചോദിച്ചാൽ പാപം പെരുകിയെടുത്ത് കൃപ പെരുകി. അപ്പൊ കൃപ പെരുകണ എന്ത് ചെയ്താൽ മതി? പാപം ചെയ്താൽ. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് ഞാനങ്ങ് ചോദിക്കാമെന്ന് പൗലോസ് പറയുകയാണ്. അന്ന് ചോദിക്കും, ഇന്നും ചോദിക്കും. അപ്പൊ കൃപ പെരുകിയത് എവിടെയാ? പാപം പെരുകിയെടുത്ത്. അപ്പൊ കൃപ വർദ്ധിക്കണം, നല്ല പാപം വീണ്ടും വീണ്ടും ചെയ്താൽ പോരെ? അപ്പൊ ഇതിന് ഉത്തരമാണ് ഈ 6-ാം അധ്യായം പറയുന്നത്. ആ ചോദ്യം പൗലോസ് ചോദിക്കേണ്ടി വന്നത് കൃപയുടെ അർത്ഥം അറിയാതെ
ആളുകൾ ലൂസായ ജീവിതം നയിക്കാൻ തുടങ്ങി. ദൈവ ഭയത്തിൽ എന്നാണ് തുടങ്ങുന്നത് നമ്മുടെ ചിന്താവിഷയം. ദൈവഭയം ഏറ്റവും കുറവ് ആർക്കാണെന്ന് ചോദ്യം ഹോംവർക്കായിട്ടിരിക്കട്ടെ. ദൈവഭയം ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾക്ക്. പേടിച്ചിട്ടാ ഇല്ലെന്ന് പറയും. ഇല്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, സമാധാനമായിട്ട് കിടക്കാവല്ലോ. ഞാൻ അടുത്തിടപെട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഭയങ്കര പേടിയാണ്. ഒരു നിരീശ്വരവാദിയുടെ മകന്റെ കല്യാണം ഞാൻ നടത്തി. ഒരു മകന്റെ പേര് ഡാർവിൻ, ഒരു മകന്റെ പേര് ഡേറിസ്. അപ്പൊ അറിയാവുന്ന പുള്ളി ചെറുപ്പത്തിലെ ആദർശം നോക്കിയ പേരിട്ടു. അതിലൊരുത്തൻ വല്ലാതെ ഉഴപ്പനായി എന്ന് പറഞ്ഞാൽ പിടിച്ചാൽ നിൽക്കാത്തൊരു നില വന്നപ്പോ സുവിശേഷകന്മാരുമായിട്ട് അതൊക്കെ അടുത്തു. ഒരു ചെറിയ മാറ്റമൊക്കെ പുള്ളിക്ക് വന്നു. അങ്ങനെ നമ്മുടെ കൂട്ടായ്മ വന്നു. അപ്പോ പുള്ളിയുടെ അപ്പൻ എന്നോട് പറഞ്ഞത്, ദൈവമില്ലെന്ന് എനിക്കറിയാം, എന്റെ മകനിൽ വന്ന മാറ്റം എനിക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് പഠിക്കട്ടെ, എന്നിട്ട് ഞാൻ പറയാം ദൈവം. ആ ദിവസങ്ങളിൽ പുള്ളിയുടെ വീടിനടുത്ത് നടന്ന ഒരു കൂട്ടായ്മയിൽ, ഒരു പ്രാർത്ഥനാ യോഗത്തിൽ, ഒരു കൺവെൻഷനിൽ പുള്ളിയെ കൂടെ ഞങ്ങൾ വിളിച്ച് പുള്ളി വന്നിരുന്നു. ഒന്നാം ദിവസം പുള്ളി കുറച്ചു നേരമൊക്കെ അടങ്ങിയിരുന്നു. രണ്ടാം ദിവസം ദൈവത്തെക്കുറിച്ച് ശക്തമായൊരു ദൂത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുള്ളിക്ക് പരവേശമായി. പുള്ളി ഇറങ്ങി പെരക്ക് ചുറ്റും ഓടുകയാണ്. പുള്ളി കഴിയും പറഞ്ഞ് നമ്മൾ നമ്മുടെ പ്രസാദിൽ ലോഹിക്കുന്നു, നിങ്ങൾ മനുഷ്യനെ പേടിപ്പിക്കുകയാണ്, ദൈവമുണ്ടോ നരകമുണ്ടോ സ്വർഗമുണ്ടെന്നെല്ലാം പറഞ്ഞ് നിങ്ങൾ മനുഷ്യന്റെ സമാധാനം കെടുത്തുകയാണ്. ഞാൻ പറഞ്ഞ ഇതിന്റെ സമാധാനം കെടുത്തതിന് ഇല്ലല്ലോ. ഇല്ലാത്തൊരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ തങ്ങൾ ഇതിനെ പേടിക്കണേ. അപ്പൊ പേടി കൂടുക. നിങ്ങൾ നിർത്ത്, എനിക്ക് ഉറങ്ങണം. ഞാൻ പറഞ്ഞു ഇല്ലല്ലോ, ഇല്ലാത്തൊരു കാര്യം ഇവിടെ കിടന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനു പേടിക്കണം. അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവഭയം ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികൾക്ക്, ദൈവഭയം ഏറ്റവും കുറവ് മക്കൾക്ക് എന്നെ പേടിക്കാം. മക്കൾക്ക് അങ്ങനെ അമിതമായിട്ട് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഇതാണ് സംഭവിക്കാൻ സാധ്യതയുള്ള ഒരു അപകടം. പ്രിയപ്പെട്ടവരെ, ദൈവഭയം നമ്മുടെ ഇടയിൽ കുറഞ്ഞു പോകരുത്. ദൈവവചനത്തോടുള്ള ഭയം, ദൈവ സാന്നിധ്യത്തോടുള്ള ഭയം, ദൈവസന്നിധിയോടുള്ള ഭയം, ഇത് നമ്മുടെ ഇടയിൽ കുറഞ്ഞു പോകരുത്. എന്താണ് പൗലോസ് സ്ഥാപിച്ചു വരുന്നത്? ഇവിടെ കിട്ടിയിരിക്കുന്ന വിഷയം ആളുകളെ ഉണർത്താവുന്ന വിഷയമല്ല. ഉണർവ് യോഗം നടത്താൻ പറ്റുന്ന വിഷയം വിളിച്ചാലേ ഉണർവ് യോഗം നടത്താൻ പറ്റും. അപ്പോൾ ഈ വിഷയത്തിൽ ഓപ്പറേഷൻ, ഇത് കഴിഞ്ഞ ഉണർവുണ്ടാവുള്ളൂ. ഇത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിയുമ്പോൾ ഒരു ചെറിയ ഉണർവ് ഉണ്ടാകാൻ സാധ്യത. ഇവിടെ വെച്ചുണ്ടാകില്ല. ഇവിടെ വെച്ച് ശ്രദ്ധിച്ചു കേട്ടാൽ അകത്തൊരു പെയിൻ ഉണ്ടാവും, കുറ്റബോധം ഉണ്ടാവും. നമുക്കെല്ലാവർക്കും. ഞാനിത് മാറി നിന്ന് പറയില്ല, അകത്ത് നിന്ന് പറയുക. അതുണ്ടാവും. അതുണ്ടായിട്ട് നമ്മൾ അതിനെക്കുറിച്ച് പിന്നെ ചിന്തിച്ചാൽ നമുക്കൊരു അസ്വസ്ഥത ഉണ്ടാകും. ഒരു കംഫർട്ട് അല്ലാത്തൊരു സ്ഥിതി വന്നാൽ ഈ യോഗം വിജയിച്ചു. നമുക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്താൽ മതി, അത് മതി. സ്തോത്രം. ഞാൻ സമ്പന്നൻ, എനിക്കൊന്നിനും മുട്ടില്ല. ഈ സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ലവോദിക്ക സഭയുടെ പ്രശ്നം. സാറ്റിസ്ഫാക്ഷൻ. ആത്മാവിൽ ദരിദ്രൻ ഭാഗ്യവാൻ, സാറ്റിസ്ഫൈഡ് ആയ അവൻ നിർഭാഗ്യവാൻ. ലവോദിക്ക സഭയെ വിളിക്കുന്നത് നിർഭാഗ്യവാൻ. സ്തോത്രം. എന്നാൽ ദാരിദ്ര്യമുള്ളവൻ ഭാഗ്യവാനാണ്. എനിക്ക് കുറച്ചുകൂടെ ആകണം, എനിക്ക് കുറച്ചുകൂടെ വളരണം, കുറച്ചുകൂടെ കർത്താവിനെ അറിയണം, കുറച്ചുകൂടെ ദൈവവചനം അറിയണം, കുറച്ചുകൂടെ ഈ ദാരിദ്ര്യമുള്ളവൻ ഭാഗ്യവാൻ, ആത്മാവിൽ ദരിദ്രരായവൻ ഭാഗ്യവാൻ. സംതൃപ്തി ആണ് സഭയുടെ ഇപ്പോഴത്തെ വലിയൊരു പ്രശ്നം. ഭയങ്കര സംതൃപ്തിയാണ്. ഞങ്ങൾക്ക് ഹോളുണ്ട്, ഞങ്ങൾക്ക് എല്ലാവരും ഉണ്ട്, ഞങ്ങൾക്ക് വിദ്യാഭ്യാസം ഉള്ളവരുണ്ട്, ഞങ്ങൾ പഴയ സ്ഥിതിയൊക്കെ മാറി, ഞങ്ങളുടെ ഇടയിൽ ഇപ്പൊ ഡിഗ്രിക്കാരുണ്ട്, PhD-കാരുണ്ട്. എന്നാ ഇല്ലാത്ത ദൈവമായി ഒഴിച്ചു ബാക്കിയല്ലോ. നമുക്കൊരു കുറ്റബോധം, നമുക്കൊരു ശൂന്യതാബോധം,
നമുക്കെന്തോ ഇല്ലെന്നൊരു തോന്നൽ, ഇനി എന്തോ പ്രാപിക്കണമെന്നൊരു തോന്നൽ, കുറച്ചുകൂടെ വിനയപ്പെടണമെന്നൊരു തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടായാൽ ഈ കോൺഫറൻസ് വിജയിച്ചു. ചിന്താവിഷയങ്ങളൊക്കെ പ്രാർത്ഥിച്ച് തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് പ്രവർത്തിക്കുന്ന മനുഷ്യനെ നിയന്ത്രിക്കുന്ന ദൈവമാണ്. കൺവീനർ അല്ലെങ്കിൽ സെക്രട്ടറി അവരുടെയൊക്കെ ചിന്തയിൽ ദൈവമാണ് ഇത് കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ചിന്താവിഷയം വരുന്നത്. കാലഘട്ടത്തിന് സഭയോട് പറയാനുള്ള, സഭയ്ക്ക് കാലഘട്ടത്തിന്റെ ദൂതായിട്ടാണ് ദൈവം ഇതൊക്കെ തിരഞ്ഞെടുക്കുന്നത്. ഇത് ഈ ഒരു ദിവസം കൊണ്ട് ഈ ഒരു കോൺഫറൻസിൽ 1-2 പേര് ഇച്ചിരി നേരം ഇതിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് തീരുന്നില്ല. പക്ഷെ ഇതൊരു ചിന്താവിഷയമായി മനുഷ്യ ഹൃദയത്തിൽ വീഴണം. ഇഷ്ടംപോലെ സൗകര്യങ്ങൾ ഇനിയുണ്ട്. നമുക്ക് ബൈബിൾ വായിച്ച് ധ്യാനിച്ച് ഈ ദിവസങ്ങളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത് തന്നെ ചിന്തിക്കുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. ദൈവഭയം കുറഞ്ഞു പോകുന്നത് ദൈവമക്കളുടെ ഇടയിൽ സ്വാഭാവികമാണ്. ദൈവഭയം കുറയുന്നതിന്റെ കാരണം കൃപയുടെ വലിപ്പമാണ്. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. എല്ലാം കൃപയാണ്. സ്നേഹവാനായ ദൈവത്തെയാണ് പുതിയ നിയമം വെളിപ്പെടുത്തുന്നത്. ശിക്ഷിക്കുന്ന ദൈവത്തെ അല്ല, ക്ഷമിക്കുന്ന ദൈവത്തെ, കരുണയുള്ള ദൈവത്തെ, കരുതുന്ന ദൈവത്തെ, മനസ്സറിയുന്ന ദൈവത്തെ, ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ചുംബിക്കുന്ന ദൈവത്തെ, മുറിവ് കെട്ടുന്ന ദൈവത്തെ, ആശ്വസിപ്പിക്കുന്ന ദൈവത്തെ. ഇതൊരു അപ്പനെയാണ് ബൈബിളിൽ നമ്മളെ കാണുന്നത്. അത് നമ്മളെ ദോഷത്തിലേക്ക് തള്ളിവിടാൻ കാരണമായി തീരരുത്. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുത്. എപ്പോഴും നമ്മളോട് കരുണയുള്ള ഒരു കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. അതിന് ഒരു സംശയമില്ല. എനിക്ക് അത് പറയുന്നതാണ് ഏറ്റവും ഇഷ്ടം. കർത്താവിന്റെ കരുണയെ കുറിച്ച് പറയുന്നത്, കർത്താവിന്റെ ദയയെ കുറിച്ച് പറയുന്നത്, കർത്താവിന്റെ മനസ്സലിവിനെ കുറിച്ച് പറയുന്നത്, ദീർഘക്ഷമയെ കുറിച്ച് പറയുന്നത് വലിയ ഇഷ്ടമുള്ള വിഷയമാണ്. ദൂർത്തുപുത്രന്റെ ഉപമയൊക്കെ എത്ര മനോഹരമാണ്. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു അപ്പൻ, ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മൾ ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ ആത്മഹത്യ ചെയ്തു പോകേണ്ട എത്രയോ പേര് ഇതിനകത്ത് ഇരിപ്പുണ്ട്. എത്രമാത്രം സ്നേഹമുള്ള ഒരു ദൈവം നമുക്കുണ്ടല്ലോ. എത്രമാത്രം കരുണയുള്ള ഒരു അപ്പൻ നമുക്ക് സ്വർഗത്തിലുണ്ടല്ലോ. അതുകൊണ്ടല്ലേ നമ്മളിൽ പലരും ഇന്ന് രാത്രിയിലും ആരോഗ്യത്തോടെ ഇരിക്കുന്നത്, സന്തോഷത്തോടെ ഇരിക്കുന്നത്, മനസ്സലിയോടെ ഇരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇങ്ങനെയുള്ള ഒരു ദൈവം, കരുണയുള്ള ഒരു ദൈവം, മനസ്സലിയുള്ള ഒരു ദൈവം നമുക്കുള്ളതിനാൽ നമുക്ക് നിഗളമുണ്ടാകാനും അഹങ്കാരമുണ്ടാകാനും ഒക്കെ സാധ്യത വളരെ കൂടുതലാണ്. നോക്കൂ, പൗലോസ് പറഞ്ഞു വരുന്ന ഭാഗം നമുക്ക് പഠിക്കാനേ പറ്റുള്ളൂ, പ്രസംഗിക്കാൻ പറ്റത്തില്ല. റോമാലേഖനത്തിന്റെ 5-ാം അധ്യായം 20-21 വായിച്ചാട്ടെ. 5:20-21. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ശ്രദ്ധിച്ചേ, അത് മതി. എങ്കിലും പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. ഒരു മനുഷ്യൻ കുഴി വീണു. അങ്ങനെ രക്ഷിക്കാൻ വേണ്ടി പല മാർഗങ്ങളും നോക്കിയാൽ സ്വന്തമായി പരിശ്രമിച്ചു. അയാളുടെ കൂടെ ആ കുഴി വീണ പല ഇയാളെ രക്ഷിക്കാൻ നോക്കിയാൽ ആർക്കും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. എന്നാൽ ഒരുത്തൻ മാത്രം ഉയരത്തിലേക്ക് നോക്കി നിലവിളിച്ചു. ഉയരത്തിൽ നിന്നൊരു കയറ് ഇട്ടുകൊടുത്തു. അവനൊന്നും നോക്കാതെ ആ കയറെ വട്ടം പിടിച്ചു, കെട്ടിപ്പിടിച്ചു. അപ്പൊ അവൻ മുകളിലോട്ട് നോക്കിയിട്ട് ചോദിച്ചു, ഞാൻ ഇത് താഴെ പോവോ? ഇല്ല, നീ കൈവിടാതിരുന്നാ മതി, നീ കൈവിടാതിരുന്നാ മതി. നല്ല ബലമുള്ള കയറാണോ? ആ കാര്യത്തിന് എനിക്ക് ഉറപ്പുണ്ട്. നീ പിടിച്ചോണം, നീ ഒന്ന് പിടിച്ചാൽ മതി, ചെറുതായിട്ടൊന്ന് പിടിച്ചാൽ മതി. നീ മനഃപൂർവ്വമായിട്ട് കൈവിടാതിരുന്നാച്ചാൽ മതി, നിന്നെ ഞാൻ വലിച്ചു കയറ്റിക്കോളാം. നീ മനഃപൂർവ്വമായിട്ട് കൈവിടരുത്. കയറ് ബലമുള്ളതാണോ? നീ കയറിന്റെ കാര്യം ശ്രദ്ധിക്കണ്ട, ഞാൻ ഉറപ്പ് തരും. എന്നെ വലിച്ചു മോളി കയറ്റി കഴിഞ്ഞപ്പോൾ അയാൾ പറയാം, ഞാൻ കയറിലോട്ടൊന്ന് നോക്കിയേ. അവന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആ കയറ് സ്വർണ്ണമാണ്. അവൻ ചോദിച്ചു, ഇതെന്തിനാ? ഇത് നിനക്കാ, നിനക്ക് ഇനിയുള്ള കാലം സുരക്ഷിതമായി ജീവിക്കാം ഈ കയറുകൊണ്ട്. അപ്പൊ അവൻ പറയാ, ഇച്ചിരൂടെ വലിയ കുഴി വീണിരുന്നെങ്കിൽ. അപ്പൊ 12 അടിയുള്ള കുഴി വീണപ്പോ 12 അടി സ്വർണ്ണമല്ലേ കിട്ടിയോ? 24 അടി കുഴി വീണിരുന്നെങ്കിൽ ഇതിന്റെ ഇരട്ടി സ്വർണം കിട്ടി. ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് കർഷകർക്ക് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നപ്പോൾ പുതിയ ഗവൺമെന്റ് അത് ഇളച്ചു കൊടുത്തു. ഉടനെ കടമെടുത്തോ പറയാ, കുറച്ചുകൂടി എടുക്കാൻ, കുറെ കൂടെ കട എടുത്തിരുന്നെങ്കിൽ എളുപ്പമായിരുന്നല്ലോ. ഇതാ ഇവിടുത്തെ പ്രശ്നം. പാപം പെരുകിയെടുത്ത് കൃപ പെരുകി.
പാപം ചെയ്താൽ മതിയോ? പാടില്ല. റോമാലേഖനം 1, 2, 3, 4, 5 അധ്യായം കൊണ്ട് സുവിശേഷത്തിന്റെ അതിശക്തമായ 1-ാം ഭാഗം സ്ഥാപിക്കുക. 4 സുവിശേഷങ്ങൾ മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയെങ്കിൽ 5-ാമത്തെ സുവിശേഷം പൗലോസിന്റെ സുവിശേഷം, അതാണ് റോമാലേഖനം. സുവിശേഷത്തിന്റെ വിശദീകരണം എന്നാണ് ഈ ലേഖനത്തെ വിളിക്കുന്നത്. ഇതിനകത്ത് 1-ാമത്തെ അധ്യായത്തിൽ പാപം, ജാതികളിൽ, പ്രമാണമില്ലാത്തവരിൽ, എഴുത്തും വായന അറിയാത്തവരിൽ, ഉമ്മവിഗ്രഹങ്ങളെ സേവിക്കുന്ന അവരുടെ പാപം ദൈവം പരിഗണിക്കുന്നു, മറക്കുന്നില്ല. പാപത്തെ പാപമെന്ന് തന്നെ ദൈവം വിളിക്കുന്നു. അറിവില്ലാത്തവന്റെ പാപവും അറിവുള്ളവന്റെ പാപവും പാപം തന്നെയാണ്. അപ്പോൾ 1-ാം അധ്യായത്തിൽ തീരെ പാവങ്ങളായ ഒന്നും അറിയാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞിട്ട് 2-ാം അധ്യായത്തിൽ യഹൂദനെ തൊട്ടിട്ട് പറയുന്നു, നിനക്കും സ്ഥിതി ഇത് തന്നെ, നീ മറ്റുള്ളവരെ ഉപദേശിക്കുന്നു, നീയും പാപിയാണ്. 3-ാമത്തെ അധ്യായത്തിലേക്ക് വന്നപ്പോൾ കോടതി ഭാഷയില പറയുന്നേ, നമ്മൾ തെളിയിച്ചിരിക്കുന്നു എന്ന പദമൊക്കെ അവിടെ ഉപയോഗിക്കുന്നത്. 3:9 ഇങ്ങനെയാണ്, ആകയാൽ എന്ത്? നമുക്ക് വിശേഷതയുണ്ടോ? അശേഷമില്ല. യഹൂദന്മാരും യവനന്മാരും ഒരുപോലെ പാപത്തിന് കീഴിൽ ആകുന്നു എന്ന് നാം മുമ്പേ തെളിയിച്ചുവല്ലോ. തെളിയിക്കുകയായിരുന്നു. 1, 2, 3 അധ്യായം കൊണ്ട് ഒരു കാര്യം തെളിയിച്ചു, എല്ലാവരും പാപികളാണ്. അത് വീണ്ടും താഴേക്ക് കൊണ്ടുവന്നിട്ട് 23-ൽ ശക്തമായി പറയുന്നു, ഒരു വ്യത്യാസവുമില്ല, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായി തീർന്നു. ഇതിനെല്ലാം ബിബ്ലിക്കൽ അർത്ഥങ്ങളാണ്, വേദപുസ്തക ഭാഷയാണ്. ഒരു വ്യത്യാസവുമില്ല എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം? ലേവ്യ പുസ്തകം 4-ാം അധ്യായത്തിൽ ആ വ്യത്യാസം കിടപ്പുണ്ട്. പുരോഹിതൻ പാപം ചെയ്താൽ, പ്രമാണി പാപം ചെയ്താൽ, സഭ മൊത്തം പാപം ചെയ്താൽ, സാധാരണക്കാരൻ പാപം ചെയ്താൽ വ്യത്യാസങ്ങളാണ്. പുരോഹിതന്റെ പാപത്തിന് ഇന്ന വഴിപാട്, സാധാരണക്കാരന്റെ പാപത്തിന് ഇന്ന വഴിപാട്, പ്രമാണിയുടെ പാപത്തിന് ഇന്ന വഴിപാട്, പൊതുസഭയുടെ പാപത്തിന് ഇന്ന വഴിപാട്. ഞാനൊരു കൊച്ചു പുസ്തകം എഴുതിയിട്ടുണ്ട്, ചെറുതായിട്ട്, ഇത് ചെറുതാണ്, വലിയ മനുഷ്യരുടെ ചെറിയ തെറ്റ്. മലയാളം വായിക്കാൻ അറിയാവുന്നവര് ഒരു 2, 3, 4 കോപ്പിയുണ്ട്. അത്യാവശ്യമുള്ളവർക്ക് യോഗം കഴിയുമ്പോൾ തരാം. അതിനകത്ത് ഞാൻ ഈ കാര്യമാണ് പ്രധാനമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. ഈ പുരോഹിതന്റെ പാപം ദൈവം ചെറുതായിട്ടല്ല കാണുന്നത്, വലുതായിട്ടല്ല. പ്രമാണിയുടെ പാപം ദൈവം ചെറുതായിട്ടല്ല കാണുന്നത്, വലുതായിട്ടല്ല കാണുന്നത്. സാധാരണക്കാരുടെ പാപവും ദൈവം ചെറുതായിട്ട് കാണുന്നില്ല. ലോകത്തിൽ നേരെ തിരിച്ച വലിയവരുടെ പാപം ചെറുതായിട്ട് കാണുകയും ചെറിയവരുടെ പാപം വലുതായിട്ട് കാണുകയും ചെയ്യും. നേതാക്കളോ പൊസിഷനിലുള്ളവരോ തെറ്റ് ചെയ്താൽ അതിനെ എങ്ങനെയെങ്കിലും ഒതുക്കി തീർക്കും. പാവപ്പെട്ടവൻ, ഒരു പ്രജ, ഒരു സാധാരണ തൊഴിലാളി തെറ്റ് ചെയ്താൽ ആ തെറ്റിന് ഭയങ്കര വലിപ്പം കൊടുക്കും. ബൈബിൾ നേരെ തിരിച്ച, ബൈബിൾ അധികം അറിഞ്ഞവൻ അധികം അടിയുള്ളൂ എന്നാ പറയും. ഒരു വിട്ടുവീഴ്ചയില്ലാത്തൊരു പുസ്തകമാണിത്. ഈ പുസ്തകത്തെ നമുക്ക് കൊണ്ടു നടക്കാൻ ബുദ്ധിമുട്ടാണ്. നമ്മുടെ പ്ലാനിനനുസരിച്ച് പുസ്തകം പോകത്തില്ല, പുസ്തകത്തിന്റെ പ്ലാൻ അനുസരിച്ച് നാം പോകണം. ദൈവത്തിന്റെ വചനത്തെ ബഹുമാനിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ദൈവത്തിന്റെ വചനത്തെ ആദരിപ്പാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. ഇതിനേക്കാൾ ശ്രേഷ്ഠമായതൊന്നുമില്ല. ഈ വചനത്തിൽ മനസ്സിലാകാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നും വിഷമിക്കേണ്ട, പ്രാർത്ഥിച്ചുകൊണ്ട് വായിച്ചാൽ മതി, മനസ്സിലാവും. ഈ വചനത്തിൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കേണ്ട. മനസ്സുണ്ടോ എന്നാണ് ദൈവം ചോദിക്കുന്നത്. മനസ്സുണ്ടെങ്കിൽ ദൈവം അതിനുള്ള വഴി പറഞ്ഞു തരും, അതിനുള്ള സഹായം ചെയ്തു തരും. വിഷമിക്കേണ്ട. പ്രാർത്ഥനയോടുകൂടി തിരുവചനം വായിച്ചാൽ മനസ്സിലാക്കും. പിന്നെ അനുസരിക്കാൻ ബുദ്ധിമുട്ടുള്ളതിന് കൃപ തരും. ആർക്കും സ്വന്തം കഴിവുകൊണ്ട് ഈ പുസ്തകത്തെ ഫോളോ ചെയ്യാൻ പറ്റത്തില്ല. സ്വന്തം അധ്വാനം കൊണ്ട്, പ്രതിജ്ഞ കൊണ്ട്, ബുദ്ധി കൊണ്ട്, സമർപ്പണം കൊണ്ട് ഒന്നും നമുക്ക് വചനം അനുസരിച്ച് പോകാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ചാൽ കർത്താവ് നമ്മെ ഈ വചനം അനുസരിപ്പാൻ പ്രാപ്തന്മാരാക്കി തീർക്കും. സ്തോത്രം. അപ്പോൾ പാപം എന്ന വിഷയത്തിൽ വലിയവനെന്നോ ചെറിയവനെന്നോ ഇല്ല, എല്ലാവരോടും ഒരുപോലെ ദൈവം ഇടപെടുന്നു. ദൈവത്തിന് ഈ വിഷയത്തിൽ മുഖപക്ഷയില്ല, കരുണയില്ല എന്ന് ശക്തമായിട്ട് സ്ഥാപിച്ചിട്ട് 3-ാം അധ്യായം 23-ൽ ജംഗ്ഷനാണ്. 23-ൽ ഒരു വ്യത്യാസവും ഇല്ല, എല്ലാവരും പാപം ചെയ്തു, ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ നേരെ കയറുന്ന കൃപയിലോട്ടാണ്. അവന്റെ
ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്ര നാം നീതീകരിക്കപ്പെടുന്നത്. നേരെ കൃപയിലേക്ക് കണക്കി അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി എത്ര നാം നീതീകരിക്കപ്പെടുന്നത്. കൃപ അവിടേക്ക് നേരെ കൊണ്ടുവന്ന് കണക്ട് ചെയ്യുകയാണ്. കൃപയാൽ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായി നീതീകരിക്കപ്പെടുന്നു. സൗജന്യമാണെങ്കിലും അതെങ്ങനെ പ്രാപിക്കാം? 25-ാം വാക്യം പറയുന്നു. റോമർ 3:25 വായിച്ചു. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. പരസ്യമായിട്ട് നിർത്തിയിരിക്കുന്നു. ആർക്കും സ്വീകരിക്കാം. യേശുവിന്റെ രക്തമാണ് അവന്റെ പ്രായശ്ചിത്തത്തിന് കാരണം. വിശ്വസിക്കുന്ന ഏതൊരാൾക്കും സൗജന്യമായി പ്രാപിക്കാം. വിശ്വസിക്കുന്നവർക്ക് അവൻ തന്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തി. ഇന്ന് രാത്രിയിൽ ഷാരോൺ കോൺഫറൻസിൽ സുഹൃത്തുക്കളുടെ ക്ഷണം സ്വീകരിച്ചിട്ടോ ബന്ധുവീട്ടിൽ വന്നപ്പോഴോ അറിയാതെയോ അറിഞ്ഞോ ഈ കോൺഫറൻസിൽ സംബന്ധിക്കുന്ന നിങ്ങളിൽ ആരെങ്കിലും ഈ സൗജന്യമായ രക്ഷ പ്രാപിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് ചിന്തിക്കണം. ഇതിനുശേഷം ഇതിന്റെ പ്രസംഗത്തിന്റെ കാസറ്റ് നിങ്ങൾ കേൾക്കുമ്പോൾ ശ്രദ്ധിക്കുക. രക്ഷിക്കപ്പെടുക എന്നൊരു അനുഭവം ഉണ്ട്. നീതീകരണം പ്രാപിക്കുക എന്നൊരു അനുഭവമുണ്ട്. വീണ്ടും ജനനം എന്നൊരു അനുഭവമുണ്ട്. ക്രിസ്തുവിൽ ആകുക എന്നൊരു അനുഭവമുണ്ട്. പുതിയ സൃഷ്ടിയാകുക എന്നൊരു അനുഭവമുണ്ട്. പഴയത് കഴിഞ്ഞുപോയി, സകലവും പുതുതായി തീർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. പാപത്തോട് വെറുപ്പ് തോന്നുന്ന ഒരു അനുഭവമുണ്ട്. പാപം ചെയ്യാൻ കഴിയാത്തൊരു പ്രകൃതിയിലേക്ക് നിങ്ങൾ മാറുന്ന ഒരു പരിപാടിയുണ്ട്. ഇനിയാണ് നമ്മൾ പ്രധാനപ്പെട്ട കാര്യത്തിലോട്ട് കയറാൻ പോണത്. ഇത് കുറച്ചു കാലമായി പ്രസംഗിക്കപ്പെടുന്നില്ല. ഉണ്ടായിരിക്കാം, പൊതുവെ കുറവാണ്. പാപം ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മെ മാറ്റുന്നതാണ് യഥാർത്ഥത്തിൽ വീണ്ടും ജനനം. അതെല്ലാം ശാന്തമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ്. പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്ര ഡീപ്പായ തിരുവചന സത്യങ്ങളാണ്. എന്നാൽ വന്നുകൂടിയിരിക്കുന്ന ഒരു പ്രശ്നം എന്നാന്ന് ചോദിച്ചാല്, ആളുകൾക്ക് പെട്ടെന്ന് കിട്ടുന്നതും പെട്ടെന്ന് സന്തോഷം ഉണ്ടാകുന്നതും പെട്ടെന്ന് ആവേശം ഉണ്ടാകുന്നതും പെട്ടെന്ന് ഒരു സന്തോഷം കിട്ടുന്നതുമായ നിലയിലേക്ക് നമ്മുടെ യോഗങ്ങൾ പോലും അത് പതിച്ചു തുടങ്ങിയോ എന്നത് ഗൗരവമായിട്ട് ചിന്തിക്കേണ്ടതാണ്. പെട്ടെന്ന് മനുഷ്യന് തൃപ്തി കൊടുക്കുന്ന കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ, കേൾവിക്കാരന് പെട്ടെന്ന് സുഖം കിട്ടുന്ന രീതിയിലേക്ക് സംഗതികളെ മാറ്റിക്കളഞ്ഞാൽ ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ പറ്റാതെ പോകും. പിന്നീട് അത് ജനം ഏറ്റെടുക്കത്തുമില്ല. ഞാൻ എല്ലാ വിഭാഗങ്ങളെയും സ്നേഹിക്കുകയും എല്ലാ വിഭാഗങ്ങളിലും പ്രസംഗിക്കാൻ പോവുകയും ചെയ്യും. എന്നാൽ ചിലയിടത്ത് ദുഃഖത്തോടെ എനിക്ക് മനസ്സിലായൊരു കാര്യം, വചനം പറയാൻ തുടങ്ങുമ്പോൾ ഉറങ്ങും. അതിന് മുമ്പുള്ള ചില പ്രോഗ്രാമിൽ അവർ വളരെ ആക്റ്റീവാണ്. ഞാനിത് രണ്ടിനും ഒരുപോലെ ഇൻട്രസ്റ്റ് ഉള്ള ആളാണ്. എന്നെ അറിയാവുന്നവർക്കറിയാം. ഒരു 1-2 മണിക്കൂറൊക്കെ കർത്താവിനെ വർഷിപ്പ് ചെയ്യുന്നതിൽ ഭയങ്കര സന്തോഷമുള്ള ആളാണ്. എന്നാൽ ദൈവവചനം പറയുമ്പോൾ ഈ വർഷിപ്പ് ചെയ്തവർ ഉറങ്ങിയാൽ എനിക്ക് ആദ്യത്തെ വർഷിപ്പിൽ ഒരു ചെറിയ സംശയമുണ്ട്. വചനം പറയുമ്പോൾ ഇപ്പോഴും മയങ്ങിപ്പോവുക ഞാൻ ക്ലിയർ ആയിട്ട് കണ്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം സ്ഥലം പറയല, ഒരു സ്ഥലത്ത് ഞാൻ ശ്രദ്ധിച്ചു, ഒരു സഹോദരി, എന്നാ വർഷിപ്പ്, എനിക്ക് അവരെ ഞാൻ പതുക്കെ അത് വീഡിയോ എടുത്താലോ എന്ന് ചിന്തിച്ചു. എല്ലാം മറന്ന് വർഷിപ്പ് ചെയ്യുക. ഏതവസരം തുറന്നു ആ സഹോദരി തളർന്നു. അവരുടെ ഇടപാടുന്നത് അവര് ആദ്യത്തെ ആ പ്രോഗ്രാമിൽ ടയർഡ് ആയതുകൊണ്ടായിരിക്കാം. എന്നാൽ പോലും നമ്മൾ അതിനൊരു കാര്യമായ ചികിത്സ നടത്തേണ്ടതാണ്. ഈ കക്ഷി മനോരോഗിയായി പോകും. അവർ യാഥാർത്ഥ്യത്തിന്റെ മുമ്പിലല്ല അത് ചെയ്തത്. അതൊരു ആവേശമാണ്, അത് ഉണർവല്ല. ദൈവവചനം ഗ്രഹിക്കാൻ ഇവിടെ കഴിയണം. സ്തോത്രം. ചാടണം. എന്തിനാ ചാടിയെന്ന് ചോദിച്ചാൽ പറയും കൂടെ ചെയ്യണം. ഒരു ദേവദാസന്റെ ഡയലോഗ് ഞാൻ കടമെടുക്കുക, എത്രത്തോളം മുകളിലോട്ട് ചാടാവോ അത്രയും ചാടിക്കോ, പക്ഷെ താഴെ വരുമ്പോൾ ഭൂമിയിലാന്ന് മറക്കരുത്. ഭൂമിയിലാണ് നിൽക്കുന്നതെന്ന് മറക്കരുത്. സ്തോത്രം. ദൈവവചനം കേൾക്കുമ്പോൾ അതിൽ സന്തോഷിക്കാൻ പറ്റുമോ? ആ വചനത്തിൽ നൃത്തം ചെയ്യാൻ പറ്റുമോ? ആ വചനത്തിൽ സ്വയം ശോധന ചെയ്യാൻ പറ്റുമോ? അല്ല, ചിലപ്പോൾ ആ വചനത്തിന് മുമ്പിൽ പൊട്ടി കരയാൻ പറ്റുമോ? ചിലപ്പോൾ ആ വചനത്തിന് മുമ്പിൽ ഒന്നും മിണ്ടാൻ മേലാതെ വിങ്ങുന്ന ഹൃദയത്തോടെ നീ പോയിട്ടുണ്ടോ? വചനം നിന്നെ കുറ്റം വിധിച്ചിട്ടുണ്ടോ?
വചനം നിന്നെ ചോദ്യം ചെയ്തിട്ടുണ്ടോ? വചനം നിന്നെ വിറപ്പിച്ചിട്ടുണ്ടോ? ഇല്ല എങ്കിൽ എവിടെയോ കുഴപ്പമുണ്ടോ? സ്തോത്രം. ഇന്ന് പ്രിയപ്പെട്ടവരെ, സത്യത്തിലേക്ക് നമ്മുടെ മനസ്സിനെ ദൈവം തന്നെ നയിക്കട്ടെ. ഞാൻ ഒന്നുകൂടെ തിരിച്ചു വരുന്നു. ഈ സന്ദേശം കേൾക്കുമ്പോൾ വിശ്വാസത്താലുള്ള രക്ഷ പ്രാപിക്കുവാൻ ഇന്ന് വരെ സാധിച്ചിട്ടില്ലാത്തവർ ഈ അവസരത്തിൽ കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നതിനെ കുറിച്ച് ഗൗരവമായി ചിന്തിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്ന ഒരു അനുഭവം, രൂപാന്തരം വരുത്തുന്ന ഒരു അനുഭവം ജീവിതത്തിൽ പ്രാപിക്കണം. അത് സ്നാനത്തിന്റെ കാര്യമല്ല പറയുന്നത്, അത് രക്ഷിക്കപ്പെടുന്ന കാര്യമാണ് പറയുന്നത്, അത് യേശുവിനെ സ്വീകരിക്കുന്ന കാര്യമാണ് പറയുന്നത്, കർത്താവിന് വേണ്ടി ഹൃദയം കൊടുക്കുന്ന കാര്യമാണ് പറയുന്നത്, കർത്താവിനെ രക്ഷകനായി സ്വീകരിക്കുന്ന കാര്യമാണ് പറയുന്നത്, ജീവിതത്തെ സമ്പൂർണ്ണമായി യേശു കർത്താവിന് സമർപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത്. അല്ല പാസ്റ്റർ, ഞങ്ങൾ സ്നാനപ്പെട്ടു പോയാലും ഒരു കുഴപ്പമില്ല, ഇന്ന് രാത്രി രക്ഷിക്കപ്പെട്ടു. അത് പറയാൻ പറ്റും, അത് പറഞ്ഞേ പറ്റൂ. കാരണം ഞാൻ 25 നൂറ്റാണ്ട് കഴിഞ്ഞു സഭാ ശുശ്രൂഷ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുക. സഭാഹുള്ള താമസിക്കുന്നത് എനിക്കതിൽ ഇഷ്ടമാണ്. കഴിവുള്ളിടത്തോളം സഭാചാരത്തിൽ വിടാതെ പോവുകയാണ് ആഗ്രഹിക്കുക. അതുകൊണ്ട് എതിർത്ത് വെച്ച് ഓടിപ്പോണം. സ്തോത്രം. ചിലർ പറയുന്നതാണ് സ്നേഹത്തോടെ, അറിവില്ലായ്മ സ്നേഹത്തോടെ. പക്ഷേ നമ്മുടെ കൊച്ചിനും 19 വയസ്സായില്ലേ, ഇനി അവനെ സ്നാനപ്പെടുത്തണ്ടേ? അപ്പൊ നമ്മൾ എവിടേക്ക് പോയി? ഒരു പ്രായമാവുമ്പോൾ സ്നാനം കൊടുത്ത് അവനെയും കൂടെ നമ്മൾ മെമ്പർഷിപ്പ് കൊടുക്കുക. വേറൊരു കൂട്ടർ കല്യാണം വരുമ്പോൾ പറയും, പാസ്റ്റർ നമ്മുടെ കൊച്ചിന് കല്യാണമൊക്കെ വരില്ലേ, അവനെ ഒന്നും വേണ്ട, സ്നാനപ്പെടുത്തണ്ടേ? എന്ത് ചെയ്യും? കർത്താവ് അല്ലെങ്കിൽ സാധനം അറിയുന്നെന്നും പറഞ്ഞ് എല്ലാം ചെയ്യും. എന്നിട്ട് നമ്മൾ അതിന്റെ മുകളിൽ വിശുദ്ധി തയ്ക്കാൻ പറ്റുമോ? ഇവൻ വീണ്ടും ജനിച്ചാലല്ലേ വിശുദ്ധി തികയും. വിശുദ്ധി തുടങ്ങിയിട്ട് വേണ്ട തയ്ക്കാൻ. ഇതാ ഞാൻ പറഞ്ഞത്, പ്രസംഗിക്ക് ഉണർവിയോ നടക്കുകയെന്ന് പറഞ്ഞു. വിശുദ്ധി തികയ്ക്കണമെങ്കിൽ വിശുദ്ധി തുടങ്ങണ്ടേ? വീണ്ടും ജനിക്കാത്തവരോട് വിശുദ്ധി പറഞ്ഞാൽ നടക്കുമോ? അപ്പൊ പുറകോട്ട് വേണം. രക്ഷിക്കപ്പെടാതെ സ്നാനപ്പെട്ടവർ ഉണ്ടോ? ഉണ്ട്. ഇനി അടുത്തത് പറയുമ്പോൾ ഭയങ്കര സൂക്ഷിക്കണം. അഭിഷേകം പ്രാപിക്കാതെ അന്യഭാഷ പറയുന്നവരുണ്ടോ? അപ്പൊ ആ വ്യക്തി ഇനി നന്നാക്കാൻ പറ്റുമോ? ബ്രദറെ പേടിക്കണ്ട, കുറച്ചു നേരം എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയെന്ന്. അപ്പൊ ആ വ്യക്തി ഇനി എവിടെയിട്ട് നമ്മൾ പണിയും? പ്രൈസ് ദി ലോർഡ്. നമുക്ക് ആളുകളുടെ എണ്ണം വർദ്ധിച്ചാൽ മതിയോ? നമുക്ക് എങ്ങനെയെങ്കിലും കുറച്ച് ആൾ വന്നാൽ മതിയോ? നമുക്ക് കൂടുതൽ ശബ്ദം ഉണ്ടാക്കിയാൽ മതിയോ? കൂടുതൽ ശബ്ദം ഉണ്ടാക്കുന്നതാണോ നമ്മുടെ വിജയം? അങ്ങനെയാണെങ്കിൽ നമുക്ക് വില കൂടിയ സൗണ്ട് സിസ്റ്റം മേടിച്ചാൽ മതിയല്ലോ. പക്ഷെ ശബ്ദം വേണ്ടേ? അയ്യോ, അത് പറഞ്ഞ് ശബ്ദം ഇല്ലാണ്ടാകരുത്. അതിന് മറുവശം ഉടനെ പറയുകയാണ്, ഒരു ഉറക്കെ അല്ലേലിയ പറയുന്നതാണ് നമ്മുടെ മുഖമുദ്ര. അതുകൂടെ പോയെങ്കിൽ എല്ലാം തീർന്നു. അതുകൊണ്ട് കൈ കൊട്ടുന്നത് അല്ലേലിയായി കുറയ്ക്കരുത്. പാട്ട് പാടുമ്പോൾ ഡാൻസ് ചെയ്തോണം, എടുത്ത് ചാടിക്കോണം, കുറയ്ക്കണ്ട. കാരണം അതേ ഉള്ളു നമുക്ക്. അത് കളയരുത്, അത് ഇരുന്നോട്ടെ. ഉള്ള സത്യം പറയുമ്പോൾ ഉള്ളത് ഇല്ലാതെ പോകില്ല. ആകെ ഉള്ളത് കളയരുത്, അത് നിലനിൽക്കട്ടെ. പക്ഷെ അത് പോരല്ലോ, പോരാ. സ്തോത്രം. അപ്പൊ ജീവിതത്തിൽ മാറ്റം വരുന്നത് എവിടെ വെച്ചാണ്? യേശു കർത്താവിനെ സ്വീകരിക്കുമ്പോഴാണ്. അങ്ങനെ വിശ്വാസം മൂലം നീതീകരണം പ്രാപിക്കാം എന്ന് റോമർ 3:25. ഇതൊരു പഠനം പോലെ പോകാം. റോമർ 3:25 വിശ്വാസം മൂലം നീതീകരണം പ്രാപിക്കാം. 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പ്രവൃത്തികളല്ലെന്ന് ശക്തമായിട്ട് സ്ഥാപിക്കുക. ദാവീദ്, എബ്രഹാം എന്ന 2 പേരെ എടുത്ത് സാക്ഷികളായിട്ട് 4-ാം അധ്യായത്തിൽ അവതരിപ്പിച്ചിട്ട് പറയുകയാണ്, അബ്രഹാം നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. ദാവീദ് നീതീകരിക്കപ്പെട്ടത് പ്രവൃത്തിയാലല്ല, വിശ്വാസത്താലാണ്. യഹോവ അകൃത്യം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. അപ്പൊ ഇതൊരു കണക്കിടിയിലാണ്. നീതിയായിട്ട് കണക്കിടുന്നു, പാപം കണക്കിടാതെ ഇരിക്കുന്നു. നീതി കണക്കിടുന്നു, പാപം കണക്കിടാതെ ഇരിക്കുന്നു. 13 പ്രാവശ്യം കണക്കിടുക എന്ന പദം ഇവിടെ ഉപയോഗിച്ചിരിക്കുക. 13 പ്രാവശ്യം. അത് തന്നെ പഠിക്കേണ്ടതാണ്. എന്താണ് കണക്കിടിയിൽ? എന്താണ് കണക്കിടിയിൽ എന്ന് പഠിക്കാൻ
ഒരു ബുക്ക് വേറെ വെച്ചിട്ടുണ്ട്, ഫിലെമോന്റെ ലേഖനം. അതിനകത്ത് കണക്കിടിയിൽ എന്താണ് പഠിപ്പിക്കുന്നത്? അതിനകത്ത് അദ്ദേഹം പഠിപ്പിക്കുന്നത്, അവൻ നിന്നോട് വല്ലതും അന്യായം ചെയ്തിട്ടോ കടപ്പെട്ടിട്ടോ ഉണ്ടെങ്കിൽ എന്റെ പേരിൽ കണക്കിട്ടുകൊള്ളുക. സ്തോത്രം. ഒനേസിമോസ് ഫിലെമോന് കൊടുക്കാനുള്ള കടം പൗലോസിന്റെ അക്കൗണ്ട് ബുക്കിൽ എഴുതിയേക്കാൻ പൗലോസ് പറയാ. ഒനേസിമോസ് ഫിലെമോന് കൊടുക്കാനുള്ള പണം പൗലോസിന്റെ ബുക്കിലോട്ട് എഴുതിയത്. അപ്പോ ഒനേസിമോസിന്റെ കടം പൗലോസിന്റെ പേരിൽ കണക്കിടുന്നു. എന്താ പൗലോസിനെ അതിന് പ്രേരിപ്പിച്ചത്? പൗലോസിന്റെ പാപം യേശുവിന്റെ പേരിൽ കണക്കിട്ടു. അതുകൊണ്ട് പൗലോസ് പറയുകയാണ്, ഞാൻ വിശ്വാസത്തിൽ കൊണ്ടുവന്ന ഇവന്റെ പാപം എന്റെ പേരിൽ എഴുതിക്കോ, ഞാൻ തന്നു തീർക്കാം. കണക്കിട്ടതാണിത്. യേശുവിന്റെ നീതി നമ്മുടെ പേരിൽ കണക്കിട്ടു, നമ്മുടെ പാപം യേശുവിന്റെ പേരിൽ കണക്കിട്ടു. സുവിശേഷത്തിന്റെ ബാലപാഠം പറയാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. വാക്യം ശ്രദ്ധിക്കുക. 2 കൊരിന്ത്യർ 5:21. പാപം അറിയാത്തവനെ എടുത്തു വായിച്ചു. പാപം അറിയാത്തവനെ പാപമാക്കി നീതി ഇല്ലാത്തവരെ നീതീകരിപ്പാൻ എന്നാണ് അതിന്റെ അർത്ഥം. പക്ഷെ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ ഒത്തിരി ബുദ്ധിമുട്ട് വരും. അർത്ഥം ഇതാണ്, പാപം അറിയാത്തവനെ. ആരാണ് പാപം അറിയാത്തവൻ? കർത്താവായ യേശു. അവനിൽ പാപമില്ല, അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചന ഒന്നുമില്ലായിരുന്നു, അവൻ ദൈവത്തിന്റെ പരിശുദ്ധനാണ്. അങ്ങനെ പാപം അറിയാത്തവനെ പാപയാഗമാക്കി, പാപമാക്കി നമുക്ക് വേണ്ടി. എന്നിട്ട് അവന്റെ നീതി എന്റെ പേരിൽ കണക്കിട്ടു, എന്റെ പാപം അവന്റെ പേരിൽ കണക്കിട്ടു. അങ്ങനെ ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അങ്ങനെ നമ്മൾ 5-ാം അധ്യായത്തിലെത്തി. റോമർ 5:1. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനം ഉണ്ട്. അങ്ങനെ വിശ്വാസത്താൽ നീതീകരണം പ്രാപിച്ചു, ദൈവത്തോട് നമുക്ക് ബന്ധമുണ്ടായി. ഒരു പ്രവൃത്തി നമ്മൾ ചെയ്തില്ല. പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ അത്രേ. പ്രവൃത്തിയാലല്ല, വിശ്വാസത്താൽ അത്രേ. എന്റെ രക്ഷാദാനമേ, എന്നുമുള്ള ആശ്വാസമേ, ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നോടെ കൃപ. എന്റെ രക്ഷാദാനമേ, എന്നുമുള്ള ആശ്വാസമേ, ഒന്നും ചെയ്തിട്ടല്ല ഞാൻ മന്നീടത്തിൽ ക്രൂശതിൽ കൺകൂടെന്നും പാർക്കുക തന്റെ സഹജീവിതം ദാനം ചെയ്തു എന്നെ. കൺകൂടെന്നും പാർക്കുക തന്റെ സഹജീവിതം. ഇങ്ങനെ നീതീകരണം പ്രാപിച്ചവരോട് 6:1 ചോദിക്കാം. സ്പീഡിൽ പോവുക. 6:1 ചോദിക്കുകയാണ്, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ വരികേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരു നാളും അരുത്. പാപസംബന്ധമായി മരിച്ചവരായ നാം ഇനി അതിൽ ജീവിക്കുന്നത് എങ്ങനെ? അപ്പൊ നീതീകരണം പ്രാപിച്ചവരോട് പറയുന്നത്, നിങ്ങൾ മരിച്ചവരാണ്. പാപസംബന്ധമായി മരിച്ചവരാണ് നിങ്ങൾ. മരണം ശരിയാകാത്തത് കൊണ്ടാണ് ജീവിതം ശരിയാകുന്നത്. ഇവിടെയാണ് ഇന്നത്തെ സന്ദേശം ആരംഭിക്കുന്നത്. മരണം. 1 തിമോത്തിയോസ് 2 തിമോത്തിയോസ് 2-ാം അധ്യായം 11, 12, 13 വായിക്കും. അവനോടുകൂടെ മരിച്ചു എങ്കിൽ നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. സഹിക്കുന്നു എങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയും എങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവിശ്വസ്തരായി തീർന്നാലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തന്റെ സ്വഭാവം ത്യജിപ്പാൻ അവന് കഴിയുകയില്ലല്ലോ. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. ഈ വചനം വിശ്വാസയോഗ്യമാകുന്നു. മറ്റു വചനങ്ങളോ? എല്ലാം വിശ്വാസയോഗ്യം. പക്ഷെ ഇത് പ്രത്യേക
ഇത് പ്രത്യേകം ശ്രദ്ധിച്ചോണോ എന്റെ അർത്ഥം. ഈ ഭാഗം ചർച്ചയിൽ ഇങ്ങനെ ക്ലാസ് എടുത്ത് ഒടുങ്ങി വന്നപ്പോ ഒരു ചെറുപ്പക്കാരൻ പറയാ, ഒടുവിലത്തെ ബാക്കി ഉള്ളതുകൊണ്ട് പിടിച്ചു നിൽക്കാമോ? ഏതാ? നാം അവശ്യരായി തീർന്നാലും അവൻ വിശ്വസനായി. ഓ, അത് കേട്ടപ്പോൾ ഒരു ആശ്വാസം വന്നിരുന്നു. ലാസ്റ്റ് ഭാഗം, അതെ, അത് ആശ്വാസത്തിന് തന്നെ വെച്ചിരിക്കുന്ന. പക്ഷെ നമുക്കൊന്ന് ധ്യാനിക്കാം. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിൽ നിന്ന്. ഈ മരണം എന്ന ഉപദേശം പഠിപ്പിക്കണം, അത് പഠിക്കണം. അവിടെ നിന്നാണ് ജീവൻ ആരംഭിക്കുന്നത്. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. മരിക്കാത്ത ഒരാള് ജീവിക്കുന്നില്ല. ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നത് മരണത്തിൽ നിന്നാണ്. സ്തോത്രം. മരിക്കാൻ വേണ്ടി ജീവിക്കുന്ന ലോകത്തിൽ ജീവിക്കാൻ വേണ്ടി മരിക്കുന്നവരാണ് ദൈവം. ഒന്നുകൂടെ പറയാം, മരിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ് ഈ മുഴുവൻ മനുഷ്യർ. അതിന് നടുവിൽ ജീവിക്കാൻ വേണ്ടി മരിച്ചവരാണ് ദൈവം. നാം അവരോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. നാം വെറുതെ മരിക്കുകയല്ല, അവനോടുകൂടെ മരിക്കുക. നാം ലോകത്തിന് വേണ്ടി മരിക്കുകയല്ല, പണത്തിന് വേണ്ടി മരിക്കുകയല്ല, വൈരാഗ്യത്തിന് വേണ്ടി മരിക്കുകയല്ല, യേശുവിനോടുകൂടെ മരിക്കും. നാം അവനോടുകൂടെ മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും. സ്തോത്രം. ഇതൊന്ന് മനസ്സിലാക്കാൻ എന്നാ മാർഗം? 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. മതി. ക്രിസ്തുവിന്റെ സ്നേഹം ഒരുവൻ മനസ്സിലാക്കി കഴിയുമ്പോൾ, ക്രിസ്തുവിന്റെ സ്നേഹം ഒരുവൻ വെളിപ്പെട്ട് കഴിയുമ്പോൾ, അവനവന്റെ ജീവിതം കർത്താവിന് മുമ്പിലേക്ക് ഇടുക. എന്നിട്ട് അവൻ പറയാ, ഇനി ജീവിക്കുന്നത് ഞാനല്ല. ഇവിടെ വർഷം ലീഡ് ചെയ്തപ്പോ ദേവദാസൻ ആ പദം ഉപയോഗിച്ചു, ഞാനല്ല, ഞാനല്ല, ഞാനല്ല. വളരെ ശക്തമായ പദമാണോ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും. അപ്പോ ഞാൻ മരിച്ചു. കർത്താവിന്റെ സ്നേഹത്തെ കുറിച്ചുള്ള ദർശനം കിട്ടി കഴിയുമ്പോ അവൻ അവന്റെ ജീവിതം അവസാനിപ്പിക്കുക. അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആത്മഹത്യ എന്നല്ല, അവസാനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല. അപ്പൊ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ക്രിസ്തു എന്നിൽ ജീവിക്കാൻ അനുവദിക്കുന്നതാണ്. ഒരു യഥാർത്ഥ ക്രിസ്ത്യാനിയെ ജീവിക്കാൻ ക്രിസ്തുവിനെ കൊണ്ട് പറ്റുള്ളൂ. ഓ, ഇത് കഠിനമാക്ക്, ഇത് ആർക്ക് പാലിക്കാൻ പറ്റും? മനുഷ്യന് ബുദ്ധിമുട്ടാ, നിന്നെ കൊണ്ട് സാധിക്കില്ല, നീ കർത്താവിനെ വിട്ടുകൂടെ. അപ്പൊ ജീവിതം സമർപ്പണത്തിലൂടെ വിജയിക്കുള്ളൂ. ജീവിതം സമർപ്പണത്തിലൂടെ ക്രിസ്തീയമാവുകയുള്ളൂ. സമർപ്പണത്തിലൂടെ വിശുദ്ധമാവുകയുള്ളൂ. സമർപ്പണത്തിലൂടെ ജയജീവിതം നടക്കുകയുള്ളൂ. ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. മരിച്ചതൊക്കെയും ജീവിക്കുന്നു, ജനിച്ചതൊക്കെയും ജയിക്കുന്നു. പദങ്ങൾ ശ്രദ്ധിക്കുക. മരിച്ചത് ജീവിക്കുന്നു, ജനിച്ചത് ജയിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചത് ലോകത്തെ ജയിക്കുന്നു. അവനോടുകൂടെ മരിച്ചവർ അവനോടുകൂടെ ജീവിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഈ പേജ് മറിക്കാതെ ഇപ്പോൾ 3 വേദഭാഗങ്ങൾ ഒരുമിച്ച് നമ്മുടെ മനസ്സിലിരിക്കുകയാണ്. തിമോഥെയോസിന്റെ ലേഖനം, റോമാലേഖനം, കൊരിന്ത്യലേഖനം. ഒന്നുകൂടി ഇതിനിടയിലോട്ട് നമ്മൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഗലാത്യർ 2:20. ഗലാത്യർ 2:20. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ക്രൂശിന്റെ മാർഗം എന്ന പുസ്തകം, കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന പുസ്തകം ഒക്കെ നിർബന്ധമായും വായിക്കേണ്ടതാണ്. സ്തോത്രം. വേദപുസ്തകം വായിക്കാൻ സമയം കിട്ടാത്തടത്ത് എങ്ങനെ മറ്റു പുസ്തകം വായിക്കും സാറേ? കുഴപ്പമില്ല, അത് അനുഭവിക്കുമ്പോൾ മനസ്സിലാവും. ദൈവത്തിന്റെ വചനവും ഉപദേശ നിശ്ചയം വരുത്തുന്ന പുസ്തകങ്ങളും വായിച്ച് ആത്മീയമായി വളരുന്നില്ലെങ്കിൽ ഓടിയതും അധ്വാനിച്ചതും വൃഥയായി പോകും. നിത്യത വലുതാണെങ്കിൽ
ലോകം ചതിക്കുന്നതാണെങ്കിൽ, വേദപുസ്തകം സത്യമാണെങ്കിൽ, യേശു ഘോഷിൽ പറയുകയില്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാറ്റം വരണം. നമുക്ക് കുറച്ചുകൂടെ മാറ്റം വരണം. അതിന് നാം മനസ്സോടുകൂടി അവിടെ വന്നിരിക്കുന്നത്, അതിന് സമർപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിന് വന്നത്. അതെ, അതിനു വേണ്ടി തന്നെയാണ് ദൈവം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നത്. നോക്കൂ, പൗലോസ് പറയുന്ന വാക്ക്, ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ഞാനല്ലേ, ഇനി ഞാനല്ല. വിശ്വാസത്തിൽ വന്ന ഉടനെ കർത്താവിന് വേണ്ടി മരിക്കാമെന്നൊക്കെ പറയും. അതുമല്ല പറയുന്ന. പക്ഷെ നിനക്ക് പറയാൻ കർത്താവിനെ ജീവിക്കാൻ അനുവദിക്കാവോ? തീരുമാനങ്ങൾ എടുക്കാൻ യേശുവിനെ അനുവദിക്കാവോ? ഇനി ജീവിക്കുന്നത് ഞാനല്ല. അങ്ങനെയാണ് ഡിസിഷൻ എടുക്കുന്നത്, ഞാനല്ല, യേശു അത്രയാണ് ജീവിക്കുന്നത്. അങ്ങനെയാണ് യേശുവിനെ കാണാൻ താല്പര്യമുള്ളവർ എവിടെ വരണം? സാറിന്റെ വീട്ടിൽ വരണം. കാരണം ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരാൾ എവിടെ വരണം? ദൈവമക്കളിലേക്ക് വരണം. അങ്ങനെ എവിടെ എഴുതിയിരിക്കുന്നത്? ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന ജീവിതമാണ് ക്രിസ്തീയ ജീവിതം. സ്തോത്രം. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല. പ്രൈസ് ദി ലോർഡ്. ടെലിവിഷനിലൂടെ നമ്മുടെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരുന്ന കുറച്ച് കത്തോലിക്ക സ്നേഹിതര് എന്നോട് ചോദിച്ചു, ഞങ്ങൾ അവിടെ വന്നാൽ കുറച്ച് സംശയം തീർത്തു തരാമോ? ഞാൻ നമുക്ക് തീർത്തു തരാം. ഇവിടെ ഇരിക്കുന്ന പാസ്റ്റർ കെ വി ഷാജുവിന് പരിചയമുള്ള സുഹൃത്തുക്കളാണ്. അവര് എന്റെ ഒഴിവ് നോക്കി, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഉപസിച്ചിരുന്ന ഒരു സമയം നോക്കി വീട്ടിൽ വന്ന് 10 ദിവസം എന്നോട് കൂടെ താമസിച്ചു. 10 പേര് താമസിച്ചു. 10 പേര് നമ്മുടെ വീട്ടിലോട്ട് വരിക എന്ന് പറഞ്ഞാൽ നാട്ടിലത്തെ പരിസ്ഥിതിക്ക് ഒരു ചർച്ചും ഫെയ്ത്തും കൂടെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും? അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും ഒരു ഹോട്ടലോ ലോഡ്ജോ എടുക്കട്ടെ, അതിനല്ല ഞങ്ങൾ വരുന്നത്. ഞങ്ങൾ ഹോളിൽ കിടക്കും, ഞങ്ങൾ ഫാസ്റ്റ് ചെയ്യും, ഞങ്ങൾക്കൊന്നും വേണം. ഏതോസം സത്യമാണെങ്കിൽ അതൊന്നും സംശയം തീർക്കണം, അത്രയുള്ള കാര്യം. ഭക്ഷണം കഴിക്കാനൊക്കെ ഞങ്ങൾക്ക് വീട്ടിലുണ്ട്, ഞങ്ങൾ അതിനല്ല വരും. അവര് പച്ചവെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 10 ദിവസം ഞങ്ങളുടെ ഹോളിൽ കിടന്നു. സാമാന്യം നല്ല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള സുഹൃത്തുക്കളാണ്. ഞാൻ അവരെ പഠിപ്പിക്കുകയാണെന്നൊക്കെയാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നെങ്കിൽ അവരെന്നെ പഠിപ്പിക്കുകയായിരുന്നു. കാരണം ഉപവാസം എന്താണ്, ദൈവത്തോടുള്ള ഭക്തി എന്താണ്, യേശുവിനോടുള്ള ബഹുമാനം എന്നാന്നൊക്കെ ഞാൻ അവരിൽ നിന്ന് പഠിച്ചു. ഈ 10 ദിവസവും പച്ചവെള്ളം അല്ലാതെ ഒന്നും കുടിച്ചില്ല. ഇത് 2 ഗ്ലാസ് ഹോർലിക്സ് കുടിച്ച് ഉപവസിക്കുന്ന നമ്മളാണ്. ഇത് കണ്ടത് നമ്മൾ ഞെട്ടിപ്പോയി. ഈ 10 ദിവസവും വർത്താനം പറയുകയോ ചിരിക്കുകയോ ചെയ്യുകയില്ല. ഞാനിടയ്ക്കൊക്കെ ചിരിക്കാവുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവർ ഗൗരവത്തിലിരിക്കുക. 10 ദിവസം കഴിഞ്ഞ് ഭക്ഷണം കഴിഞ്ഞപ്പോൾ നന്നായിട്ട് വർത്താനം പറയുന്നു. എനിക്ക് കാര്യം മനസ്സിലായി, ബൈബിളിൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആത്മതപനം ഉപവാസം. തമാശ പറയാനുള്ളതല്ല. ഫുൾ ടൈം ബൈബിൾ റീഡിങ് ആൻഡ് പ്രയർ, ഫുൾ ടൈം വേദോസം വായന. ഞാനൊരു 2 മണിക്കൂർ ക്ലാസ് എടുക്കും, എന്നിട്ട് ഞാൻ ക്ലാസ് എടുക്കും. അവർ പ്രാർത്ഥന, വചനം വായിക്കുകയോ പ്രാർത്ഥിക്കുക, വചനം വായിക്കുകയോ പ്രാർത്ഥിക്കുക, വചനം വായിക്കുകയോ പ്രാർത്ഥിക്കുക. എന്നാലും നമ്മൾ നോക്കിയാൽ എന്തല്ലോ കുറ്റമുണ്ടെന്നറിയോ, മൊത്തം മിസ്റ്റേക്ക്. നമുക്കൊരു സംഭവം ഉണ്ടല്ലോ, ആ ലെൻസിൽ കൂടി നമ്മൾ നോക്കും, മൊത്തം കുറ്റങ്ങൾ. പക്ഷെ കർത്താവിനോടുള്ള സ്നേഹം, കർത്താവിനോടുള്ള ബഹുമാനം, ദൈവജനത്തോടുള്ള ഭയം, എന്നെ ഒരുപാട് മാനസാന്തരപ്പെട്ടു. ഞാനെല്ലാം അവരുടെ സംശയങ്ങളെല്ലാം തീർത്തു. സ്നാനം വേണ്ട, വിശ്വാസ സ്നാനം വേണ്ട എന്ന് 1500 പേരെ പഠിപ്പിച്ച അധ്യാപകരായി വന്നിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് സംശയം ചോദിച്ചു. ഞാൻ വളരെ സിമ്പിളായിട്ട് വചനത്തിൽ പറഞ്ഞു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നത് എന്ന സത്യം അവർക്ക് വെളിപ്പെടും. പോകുന്നതിന് മുമ്പ് ആ ഗ്രൂപ്പിൽപ്പെട്ട 2 പേരെ സ്നാനപ്പെട്ടു. ആ ഗ്രൂപ്പിന്റെ ലീഡർ എന്നോട് പറഞ്ഞു, സാറേ എനിക്ക് ഭയങ്കര കുറ്റബോധമാണ്. ഞാനൊരു 12,000 പേരോട് സ്നാനം വേണമെന്ന് പഠിപ്പിച്ചു. ഇനി അവിടെ ചെന്ന് അവരെ തിരുത്തണമെങ്കിൽ എനിക്ക് ഒരുപാട് സമയമെടുക്കും. ഇങ്ങനെ തിരുത്തി കഴിയുമ്പോൾ അവരെ മുഴുവൻ സ്നാനപ്പെടുത്തേണ്ടി വരും. സാർ ഒരുങ്ങിയിരുന്നോളാം.
ഇത് നടന്നുകൊണ്ടിരിക്കുക നമ്മുടെ രാജ്യത്ത്. ഒന്നും രണ്ടുമല്ല, ഒരു വലിയ തീ പോലെ സുവിശേഷത്തിന്റെ ശക്തി ഭാരതത്തെ എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇതൊന്നല്ല, ധാരാളം ഗ്രൂപ്പുകളിൽ നടക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുത്രയത്തിൽ ജീവിക്കുന്നത് എന്ന സമർപ്പണമാണ് രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത്. അത് തെളിയിക്കുന്നതാണ് സ്നാനം. പൗലോസ് പറയുന്നു, ഇനി ജീവിക്കുന്നത് ഞാൻ